100ഓളം വൈദികർ അണിനിരന്ന ഒരു ടൂർണമെന്റ്. കോട്ടപ്പുറം രൂപതയാണ് 3 റീത്തുകളിലെ വൈദികർക്കും സന്യാസ വൈദികർക്കും വേണ്ടി പ്രസ്തുത ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കളമശ്ശേരി രാജഗിരി സ്പോർട്സ് ആൻഡ് കൾച്ചറൽ സെന്ററിലാണ് ഫാദർ സാജു മെമ്മോറിയൽ ബാഡ്മിന്റൺ ഡബിൾസ് ടൂർണമെന്റ് നടത്തപ്പെട്ടത്. ടൂർണമെന്റിന്റെ പേര് പരാമർശിക്കുന്നതുപോലെ ഫാദർ സാജു എന്ന കോട്ടപ്പുറം രൂപതയിലെ വൈദികന്റെ സ്മരണാർത്ഥമാണ് പ്രസ്തുത ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. 2020 മാർച്ച് 14 കായികപ്രേമിയും തീക്ഷ്ണതയുള്ള അജപാലകനും പ്രഗത്ഭനായ സംഗീതജ്ഞനും എല്ലാമായിരുന്ന ഫാദർ സാജുവിനെ കോട്ടപ്പുറം രൂപതയ്ക്ക് നഷ്ടമാകുന്നത്. ഇന്നലെ എന്ന പോലെ കോട്ടപ്പുറം രൂപതയുടെ പാസ് സെന്ററിൽ തങ്ങളുടെ കൂടെ ബാഡ്മിന്റൺ കളിക്കുകയും സൗഹൃദം പങ്കിടുകയും ചെയ്ത സഹവൈദികന്റെ വിയോഗം രൂപതയിലെ വൈദികരെ ദുഃഖത്തിൽ ആഴ്ത്തിയെങ്കിലും കോവിഡ് കാലമായിരുന്നതിനാൽ അച്ഛനുവേണ്ടി ഒന്നും ഫലപ്രദമായ രീതിയിൽ സംഘടിപ്പിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് പ്രസ്തുത ടൂർണമെന്റിനെക്കുറിച്ചുള്ള ചിന്ത രൂപതയിലെ വൈദികരുടെ മനസ്സിൽ ഉദിച്ചതെന്ന് ഫാദർ ഡയസ് പറയുന്നു. ഞങ്ങൾ കോട്ടപ്പുറം രൂപതയിലെ അച്ഛന്മാർ സാധാരണ ഞങ്ങളുടെ പാസ് സെന്ററിൽ കളിക്കാറുണ്ട്. അങ്ങനെ കളി വളരെ സന്തോഷത്തോടെ, കളിയേക്കാൾ ഒരു സൗഹൃദമായിരുന്നു. അങ്ങനെ ഒരു ദിവസം 2020 മാർച്ച് മാസം 13 കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ കളിച്ച സാജു അച്ഛൻ ഇങ്ങനെ ഞങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് വേർപിരിഞ്ഞു പോയി. അത് കോവിഡ് കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ഒരു പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പ്രാധാന്യം നഷ്ടപ്പെടാതെ ഒരു മേഖല എന്ന് പറയുന്നത് ഈ ടൂർണമെൻറ്റ് തന്നെയായിരുന്നു. മറ്റു പലരും പല സ്ഥലത്തും ഇങ്ങനെ നടത്തുന്നത് കണ്ടു. അപ്പോൾ അത് പ്രചോദനമായി. അപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 23 രൂപതകളിൽ നിന്നായി 3 റീത്തിലെയും 23 രൂപതകൾ 32 നിന്നും 23 പേര് വന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ഒരുമിച്ച് ചേർക്കുമ്പോൾ 3 റീത്തുകളിൽ നിന്നും 50 ടീമാണ്. 100 അച്ഛന്മാർ കളിക്കുന്നുണ്ട്. അതിൽ 60 വയസ്സ് പ്രായമുള്ള അച്ഛന്മാർ വരെ ഉണ്ടെന്നുള്ള. ഒപ്പം 27 വയസ്സുള്ള ബെഞ്ചമിൻ, ഏറ്റവും ചെറുപ്പം. തീർച്ചയായിട്ടും ഒരു സന്തോഷത്തിൻ്റെ ഒരു ഘടകം ഇതിനകത്തുണ്ട്. 3 റീത്തുകളിലെയും 100ഓളം വൈദികർ അണിനിരന്നപ്പോൾ രാജഗിരി സ്പോർട്സ് ആൻഡ് കൾച്ചറൽ സെന്റർ ഐക്യത്തിന്റെ ഒരു വേദിയായി മാറി. കായികം എന്നും എല്ലാവർക്കും ഒരു ഹരമാണ്. കളിക്കാൻ പ്രായമോ കാലമോ സ്ഥാനമോ ഒന്നും ഒരിക്കലും ഒരു പ്രതിബന്ധവുമല്ല. അതിനാൽ തന്നെ 60 വയസ്സുള്ള വൈദികർ വരെ ഉന്മേഷത്തോടെ കോർട്ടിലിറങ്ങി കളിക്കുന്ന കാഴ്ചയാണ് ഷെക്കിന ന്യൂസിന് രാജഗിരിയിൽ കാണാൻ സാധിച്ചത്. പഞ്ചഗുസ്തി ചാമ്പ്യൻ ജോബി മാത്യു ആണ് മത്സരം ഉദ്ഘാടനം ചെയ്തത്. വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ കായികക്ഷമതയോടെ അത് നേരിടാനുള്ള കരുത്ത് നമ്മൾ സ്വയം ആർജിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവം നൽകിയ കഴിവുകളിലേക്കും അനുഗ്രഹങ്ങളിലേക്കുമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് ഉദ്ഘാടന വേളയിൽ ജോബി മാത്യു പറഞ്ഞു. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അസോസിയേഷന്റെ ഭാഗത്തുനിന്നൊക്കെ ഒത്തിരി അപ്രിസിയേഷൻസ്. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തി ഒരുപക്ഷെ ആരുടെ ഭാഗത്തുനിന്നും ഒരു അപ്രിസിയേഷൻ കിട്ടിയില്ല. പക്ഷേ ആ പേഴ്സണൽ സഫറിങ്സ് എല്ലാം നിങ്ങളെ എനർജി എടുക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ബാസ്കറ്റ്ബോളിലൂടെ അല്ലെങ്കിൽ ബാഡ്മിന്റണിലൂടെയൊക്കെയാണ്. റിഫ്രഷായി വീണ്ടും നിങ്ങൾ ദൈവത്തെ സേവിക്കാനായിട്ട്, സമൂഹത്തെ സേവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എനർജി സമ്പാദിക്കുന്നത് ഇതിനകത്ത് കൂടിയാണ് എന്ന് എനിക്കറിയാം. നിങ്ങൾ തരുന്ന സമൂഹത്തിന് നൽകുന്ന ഓരോരുത്തരും നൽകുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് വിലമതിക്കാനാവാത്തതാണ്. അതിന് സമൂഹത്തിന് ഒത്തിരി സാമൂഹിക പരിവർത്തനങ്ങൾ വരുന്നുണ്ട്, ഒത്തിരി സോഷ്യൽ ചേഞ്ചസ് വരുന്നുണ്ട്. നമ്മൾക്ക് കഴിവുകൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യുന്നത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്കും കഴിവുകളിലേക്കും മാത്രം നമ്മൾ പോകും. 50 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. വൈദികരുടെ കായികക്ഷമതയും ആരോഗ്യവും പരിരക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും കൂട്ടായ്മ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു മത്സര ലക്ഷ്യം. ടൂർണമെന്റിൽ ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നുള്ള ഫാദർ ആൻഡ്രൂസ് മാളിയേക്കലും ഫാദർ ജോസഫ് CMIയും 1ാം സ്ഥാനമായ 25,000 രൂപയും ട്രോഫിയും കരസ്ഥമാക്കി. 2ാം സമ്മാനമായ 15,000 രൂപയും ട്രോഫിയും എറണാകുളം അതിരൂപതയിൽ നിന്നുള്ള ഫാദർ ജോജോ CMIയും ഫാദർ സെന്റോ CMIയും, 3ാം സമ്മാനമായ 10,000 രൂപയും ട്രോഫിയും ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നുള്ള ഫാദർ ജോജോ CMIയും ഫാദർ ഡിബിനും, 4ാം സമ്മാനമായ 5,000 രൂപയും ട്രോഫിയും
ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നുള്ള ഫാദർ വിൽസനും ഫാദർ ഹാലിറ്റും നേടി. ക്വാർട്ടർ ഫൈനലിലെത്തിയവർക്കും 2500 രൂപയും ട്രോഫിയും നൽകി. ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ആന്റണി കരിയിലാണ് വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചത്. ഷെക്കിന ന്യൂസ്, കൊച്ചി.